ഹലോ കൂട്ടുകാരെ, നമ്മൾ വറുത്ത ചിക്കൻ ഉണ്ടെങ്കിൽ അതിങ്ങനെ പിച്ചി ചിന്തിയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റോസ്റ്റ് തയ്യാറാക്കിയാലോ. ഇത് ശരിക്കും പറഞ്ഞാൽ തമിഴ്നാട് റെസിപ്പിയാണ് കേട്ടോ. പിച്ചി പോട്ട ചിക്കൻ എന്നൊക്കെ പറയും. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടത്, നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ചിക്കൻ വറുത്തതാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ചിക്കൻ വറുക്കാതെയും നമ്മൾ വെറുതെ പുഴുങ്ങി എടുത്തിട്ട് ഇതുപോലെ പിച്ചി എല്ലൊന്നും ഇല്ലാതെ എടുക്കാം കേട്ടോ. നമ്മളിങ്ങനെ പിച്ചി എടുക്കത്തില്ലേ, അതുപോലെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ വറുത്ത ചിക്കനാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് പച്ച ചിക്കൻ വെറുതെ ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് വേവിച്ചതിന് ശേഷം അത് പിച്ചി എടുക്കാം കേട്ടോ. അതിനുശേഷം ഒരു പാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് വലിയ ജീരകവും 2-3 ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം അതിനകത്തേക്ക് ഒരു ചെറിയ 2 സവാള നീളത്തിൽ എരിഞ്ഞതും കൂടിയിട്ട് ആ സവാളയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റി അതിനകത്തുനിന്ന് നമ്മുടെ സവാളയൊക്കെ ഒന്ന് കളറൊക്കെ ഒന്ന് ചേഞ്ചായി അതിൻ്റെയൊക്കെ ഒന്ന് കളർ ചേഞ്ചായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ഞാനൊരു 3 പച്ചമുളക് വട്ടത്തിലരിഞ്ഞതും കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്തേക്ക് ഒരു 2 ടീസ്പൂൺ 1.5 ടീസ്പൂൺ മുതൽ 2 ടീസ്പൂൺ വരെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി പച്ചമണം മാറുന്ന സമയത്ത് നമുക്കതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, ഇതെല്ലാം കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റി നമ്മുടെ പൊടിയുടെയൊക്കെ ഒരു പച്ചമണം മാറി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഒരു വലിയ തക്കാളിയാണ്, അതും കൂടിയിട്ട് നല്ലതുപോലെ വഴറ്റി നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് സ്മാഷായി വരണം കേട്ടോ. ആ ഒരു സമയം വരെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണേ. അതിനുശേഷം അതിനകത്തേക്ക് ഒരു 2 ടീസ്പൂൺ നമ്മുടെ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ടൊമാറ്റോ സോസ് 2 ടീസ്പൂൺ തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല, 1 ടീസ്പൂൺ ആണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി. ഓവറായിട്ടും മധുരമായിട്ട് വേണ്ടാന്നുണ്ടെങ്കിൽ. പിന്നെ അതിനകത്തേക്ക് ഒരു ചിക്കൻ ക്യൂബ്സ് ഞാൻ കുറച്ച് വെള്ളത്തിൽ കലക്കി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ് കേട്ടോ, നല്ലൊരു ടേസ്റ്റ് കിട്ടും, അതിന് വേണ്ടി മാത്രമാണ്. അപ്പോൾ അതില്ലാന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, അത് സ്കിപ്പ് ചെയ്താൽ മതി. പിന്നെ നമ്മളതൊക്കെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ ചിക്കൻ പീസസ് ഉണ്ടല്ലോ, ചിക്കൻ പിച്ചിയെടുത്ത ചിക്കൻ ഉണ്ടല്ലോ, അതും കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി അതൊക്കെ ഒന്ന് നമ്മുടെ മസാലയൊക്കെ അതിനകത്തേക്ക് നല്ലതുപോലെ ഒന്ന് മിക്സായി വരുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കണേ. അപ്പോൾ നല്ലപോലെ വഴറ്റിയതിന് ശേഷം ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിനകത്ത് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, നല്ല ഡ്രൈ ആയിട്ട് കിട്ടും കേട്ടോ. അത്രയേ ഉള്ളൂ, നമ്മുടെ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിച്ചിപ്പോട്ട ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ല ടേസ്റ്റിയാണ് കേട്ടോ, കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. ഇതിനകത്ത് എല്ലൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനും നല്ലതാണ് കേട്ടോ, അവർക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനായിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ഇടാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതിന് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു, ബൈ.